ഓം ശാന്തി. ഞാൻ ആത്മാ പരമധാമത്തിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സർവശക്തിവാൻ മഹാജ്യോതി ശോഭിതാവിൻ്റെ സമീപമിരിക്കുന്നു. പിതാവിൻ്റെ ആജ്ഞാനുസാരം ഞാൻ സൂക്ഷ്മവതനത്തിലെത്തുന്നു. പ്രകാശ ശരീരം ധാരണ ചെയ്ത് ഞാൻ താഴേക്കിറങ്ങി എൻ്റെ ദിവ്യ ഫരിസ്ത സ്വരൂപത്തിൽ ഭൂഗോളത്തിനു മുകളിൽ അവതരിക്കുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തെയും കാണുകയാണ്. ഒരു ഭാഗത്ത് സയൻസ്, മറുഭാഗത്ത് ഭ്രഷ്ടാചാരി, മറ്റൊരു വശത്ത് പാപാചാരി. വിശ്വത്തിലെ സർവ ആത്മാക്കളും ദുഃഖികളാണ്, അശാന്തരാണ്. സർവരും സത്യഹൃദയത്തോടെ തങ്ങളുടെ ഇഷ്ടദേവതകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു. മുക്തി, ജീവൻ മുക്തിക്ക് വേണ്ടി യാചിക്കുന്നു. ഈ വിളി കേട്ട് എൻ്റെ മാസ്റ്റർ ദയാഹൃദയ സ്വരൂപം ജാഗൃതമാകുന്നു. ഞാൻ ബാപ്പ് ദാദയെ ആഹ്വാനം ചെയ്യുന്നു. ബാപ്പ് ദാദ സൂക്ഷ്മരൂപത്തിൽ ഞാൻ ഫരിസ്തയുടെ മുകളിൽ ഛത്രഛായയായി നിലകൊള്ളുന്നു. എൻ്റെ മാസ്റ്റർ മെഴ്സിഫുൾ രൂപം പൂർണ്ണമായും ജാഗൃതമാകുന്നു. സുഖശാന്തിയുടെ കിരണങ്ങൾ എന്നിലേക്ക് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിശക്തിശാലിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ശക്തിശാലി കിരണങ്ങൾ എന്നിലൂടെ ഇറങ്ങി ഗ്ലോബിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. സുഖശാന്തി ശക്തികളുടെ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്ത ആത്മാക്കളിലെത്തുന്നു. ആത്മാവിന് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭയം സമാപ്തമാകുന്നു. ഞാൻ ഫരിസ്ത സാക്ഷിയായി സർവ ആത്മാക്കൾക്കും സഹനശക്തിയും നേരിടുന്നതിനുള്ള ശക്തിയും നൽകിക്കൊണ്ടിരിക്കുന്നു. സർവരും പരമാത്മാവിൻ്റെ ശരണം പ്രാപ്തി ചെയ്യട്ടെ. പതുക്കെ ഈ ആത്മാക്കളും തൻ്റെ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തമാകട്ടെ. ഇവരും പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. സർവാത്മാക്കളും തങ്ങളുടെ ശാന്തിധാമത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. മുക്തി പ്രാപ്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിമിത്ത ഫരിസ്ത, മുക്തിദാത ബാബയുടെ സഹയോഗിയായി എൻ്റെ മാസ്റ്റർ മുക്തി
മുക്തിദാതാവിന്റെ രൂപം ഇമർജ് ചെയ്യുന്നു. എന്റെ പവർഫുൾ ദൃഷ്ടി ആത്മാക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദൃഷ്ടി വിശ്വത്തിന്റെ ഓരോ കോണിലും എത്തുന്നു. ഭൂമിയും ജീവാത്മാക്കളും തമോപ്രധാനത്തിൽ നിന്നും മുക്തമാകുന്നു. സ്വരൂപം സ്വച്ഛവും നിർമ്മലവുമാകുന്നു. ഇന്ന് ഞാൻ മായയിൽ നിന്നും മുക്തനായിരിക്കുന്നതിൻ്റെ വ്രതമെടുക്കുന്നു. മാസ്റ്റർ മുക്തിദാതാവാകുന്നു. ബാബയുടെ കൂടെ പോകാൻ സമാനമാകണം. ഇന്ന് ബാപ്പുദാദയുടെയും കുട്ടികളുടെയും ജന്മദിനം ആഘോഷിക്കുന്നു. ബാബയ്ക്ക് കുട്ടികൾ ആശംസകൾ നൽകുന്നു. കുട്ടികൾക്ക് ബാബ ആശംസകൾ നൽകുന്നു. ഏതു കോണിലായാലും ബാപ്പുദാദ കുട്ടികളെ കണ്ടുപിടിക്കുന്നു. ഞാനിപ്പോൾ വ്രതമെടുക്കുന്നു. ഈ വ്രതം 21 ജന്മത്തിലേക്കുള്ളതാണ്. ഞാൻ കൽപ്പത്തിൽ ഒരിക്കൽ മാത്രം വ്രതമെടുക്കുന്നു. പവിത്രമായ ദൃഷ്ടി, വൃത്തി, കർമ്മം, പവിത്ര ജീവിതത്തിൻ്റെയും വ്രതമെടുത്തു. ജീവിതം പവിത്രമായി. ആഹാരം, വ്യവഹാരം, സംസ്കാരം, ലോകം എല്ലാം പവിത്രമായി. കാമം, ക്രോധം, മോഹം, അഹങ്കാരം എന്നിവയുടെയും വ്രതമെടുത്തു. വ്യർത്ഥ സങ്കല്പങ്ങളുടെ കേക്ക് മുറിക്കുന്നു. കൂടെ പോകണമെങ്കിൽ സമാനമാകണം. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ മുഖം ബാബ് സമാനമായി കാണാൻ ബാബ ആഗ്രഹിക്കുന്നു. ഇതിനായി സഹനശക്തിയും ഉൾക്കൊള്ളാനുള്ള ശക്തിയും ആവശ്യമാണ്. ഈ 2 ശക്തികളും ഉണ്ടെങ്കിൽ സഹജമായി ക്രോധമുക്തരാകാൻ കഴിയുന്നു. ബാപ്പുദാദ ബ്രാഹ്മണ കുട്ടികൾക്ക് സർവശക്തികളും വരദാനമായി നൽകി. ടൈറ്റിൽ തന്നെയാണ് മാസ്റ്റർ സർവശക്തിവാനെന്ന്. ഞാൻ വാഗ്ദാനം ഓർമ്മിക്കുന്നു. ദുഃഖമെടുക്കരുത്, ദുഃഖം കൊടുക്കരുത്. ഇല്ലെങ്കിൽ സമാനമാകാൻ കഴിയില്ല. ഞാൻ ബാപ്പുദാദയോടുള്ള സ്നേഹത്തിൽ ക്രോധമെന്ന വികാരം ബലിയർപ്പിക്കുന്നു. അന്തിമ സമയത്ത് വ്യർത്ഥ സങ്കല്പം വളരെയധികം ചതിവുണ്ടാക്കുന്നു. ധൈര്യത്തിന്റെ സങ്കല്പം ചെയ്യുന്നു. സഫലതാമൂർത്തിയായി വിശ്വത്തിൽ ഇത് പ്രഖ്യാപിക്കുന്നു. കാമമില്ല, ക്രോധമില്ല. ഞാൻ പരമാത്മാവിൻ്റെ കുട്ടിയാണ്. ആശീർവാദം കൊടുക്കുന്നു, ആശീർവാദങ്ങൾ എടുക്കുന്നു. മാസ്റ്റർ മുക്തിദാതാവായി ഇപ്പോൾ എല്ലാവർക്കും മുക്തി കൊടുക്കുന്നു. ബാബ പറയുന്നു, ആദ്യം സ്വയത്തിന് മുക്തി നൽകൂ, പിന്നീട് വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും മുക്തി കൊടുക്കൂ.
ഇന്നത്തെ ദിവസം മുക്തി ദിവസമായി ആഘോഷിക്കുന്നു. ബാപ്പ് ദാദ ഡ്രിൽ ചെയ്യിപ്പിക്കുന്നു. സങ്കല്പങ്ങളെല്ലാം മർജ് ചെയ്യൂ. മനസ്സും ബുദ്ധിയും കൊണ്ട് മധുരമായ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ പരമധാമത്തിൽ നിന്നും സൂക്ഷ്മവതനത്തിലേക്ക് വരൂ. സൂക്ഷ്മവതനത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് വരൂ. ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ എത്തിച്ചേരൂ. പിന്നെ മധുബനിലേക്ക് വരൂ. ഇതുപോലെ സ്വദർശന ചക്രധാരിയായി ചക്രം കറങ്ങിക്കൊണ്ടിരിക്കൂ. ഞാൻ വിശ്വമംഗളത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി സമയത്തിൻ്റെയും ശക്തികളുടെയും മിതവ്യയം ചെയ്യുന്ന മാസ്റ്റർ രചയിതാവാകുന്നു. ഇതാണ് ബാബ നൽകിയ വരദാനം. ഞാൻ സർവ ഖജാനകളുടെയും ഖജനാവ് തയ്യാറാക്കുന്നു. മാസ്റ്റർ രചയിതാഭവയുടെ വരദാന സ്മൃതിയിൽ വെച്ച് സേവനത്തിനായി സമയത്തിൻ്റെയും ശക്തിയുടെയും സ്റ്റോക്ക് ശേഖരിക്കുന്നു. ആരുടെയാണോ സങ്കല്പത്തിലും വാക്കിലും കൂടി സർവർക്കും വരദാനങ്ങൾ പ്രാപ്തമാകുന്നത് അവരാണ് മഹാദാനി. ഓം ശാന്തി.